ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ലാസ്റ്റ് ടൈം ഉടായിപ്പെട്ടിരിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ സീരീസിലെ പാർട്ട് 1 വീഡിയോ ചെയ്യുകയാണ്. ഇറ്റ്സ് ഫോർ ഇംഗ്ലീഷ് പല സബ്ജക്റ്റും, അതായത് SSLC +1 +2 നിങ്ങളുടെ സിലബസ് ഒക്കെ എടുത്ത് വെച്ച് അവിയൽ പരുവത്തിൽ ഇത് പഠി അത് പഠി ഇതിന്റെ ക്വസ്റ്റ്യൻ വരും, ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റിൽ, ഈ വീഡിയോ 5 മിനിറ്റിന് കൂടില്ല, ഈ 5 മിനിറ്റിനകത്ത് നിങ്ങളെ ഞാൻ പാസ്സാക്കി തരും. അതായത് പാസ് മാർക്ക് ലഭിക്കാനുള്ള പക്ക ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി. എനിക്കറിയാം സമയമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ സമയമാണ്, ഷോർട്ട് ഓഫ് ടൈം ആണ്. അപ്പോൾ അതിനു മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലക്കിയാണ് എന്ന് ഞാൻ തന്നെ പറയും. സോ എന്തായാലും വീഡിയോയുടെ അവസാനം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ രീതി വർക്കാവോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് തോന്നുന്നെങ്കിലും അത് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്ക് തന്നെ ആയിക്കോട്ടെ, പബ്ലിഷ് പേജുകൾ വേണം. എന്നിട്ട് നിങ്ങൾ ഈ സമയത്ത് എന്തൊക്കെ പഠിച്ചു, എത്രയൊക്കെ പഠിച്ചു, എങ്ങനെയൊക്കെ പഠിച്ചു എന്നൊക്കെ മറന്നിരിക്കുക. ഫ്രം 0 to നമ്മൾ തുടങ്ങുകയാണ്. ആ ബുക്ക് എടുത്ത് വെച്ചു, ഫസ്റ്റ് പേജ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള യൂണിറ്റ്സുകൾ ജസ്റ്റ് എഴുതുക. നിങ്ങൾക്ക് അറിയാമെങ്കിലും എഴുതുക. എത്ര യൂണിറ്റ്സ് ഉണ്ടോ, ഇപ്പോൾ SLC-കാരാണെങ്കിൽ അങ്ങനെ, +1-കാരാണെങ്കിൽ എങ്ങനെ, +2-കാരാണെങ്കിൽ എങ്ങനെ, തീർച്ചയായിട്ടും എഴുതി വയ്ക്കുക. ആ ബുക്കിൽ തന്നെ ഇത്ര യൂണിറ്റ്സ് ആണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ യൂണിറ്റിൻ്റെയും തീം എഴുതുക. അതായത് ഇപ്പോൾ നിങ്ങളുടെ +1 അല്ല, എനിക്ക് തോന്നുന്നു +2ൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലാണ്. അതായത് ഗ്ലിംപ്സ്നെസ് അല്ലേ. അപ്പോൾ 3 years ഉണ്ട്. അതുപോലെ തന്നെ വുമൻ എംപവർമെന്റിനെ കുറിച്ച് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ തീം എന്ന് പറയുന്നത് വുമൻ എംപവർമെന്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഓരോ യൂണിറ്റുകളും എഴുതി അതിന്റെ താഴെ അതിന്റെ തീമും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഓരോ യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ചാപ്റ്റേഴ്സ് എഴുതുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എഴുതണം. ചാപ്റ്ററിന്റെ പേര്, ചാപ്റ്റർ എഴുതിയത് ആര്, ആ ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് സമ്മറി. ഓക്കെ, ചാപ്റ്ററിന്റെ പേര്, ചാപ്റ്റർ എഴുതിയതാര്, ഷോർട്ട് സമ്മറി. ഇംഗ്ലീഷിന്റെ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും എഴുതുക. അതായത് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, 3 ചാപ്റ്റർ എഴുതിയതാരാണെന്നും അറിയാം, ആ ചാപ്റ്റർ എഴുതിയ ആളെ കുറിച്ച് അറിയില്ല എങ്കിൽ പോലും അതിന്റെ സമ്മറിയും അറിയാം. ഇത്രയും അറിയാലോ. ഇനിയാണ് കളി മാറാൻ പോകുന്നത്. ഇനി ഓരോ ചാപ്റ്ററിൽ നിന്നും അറ്റ്ലീസ്റ്റ് വരാൻ സാധ്യതയുള്ള 2 മാർക്കിന്റെ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഒരു 3 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മാക്സിമം വരാനുള്ള SAയുടെ 2 ക്വസ്റ്റ്യൻ. ഈ രീതിയിൽ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, എഴുതി വെച്ചുവെങ്കിൽ നിങ്ങൾ പിന്നീട് ഇംഗ്ലീഷ് എക്സാം പോകുന്നതിന് മുമ്പ് ഇത് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും പഠിക്കാൻ അറിഞ്ഞുകൊണ്ടത് വിദ്യാർത്ഥിയാണ് എന്ന് തോന്നുന്ന വിദ്യാർത്ഥി, അങ്ങനെ ആരും ഇല്ല കേട്ടോ, അങ്ങനെ തോന്നുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഈ സമ്മറികളെല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് എക്സാമിന് പേപ്പർ നോക്കുന്ന ടീച്ചറിന്റെ മുന്നിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ തീരുമാനിക്കുകയാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നു ഇന്ന യൂണിറ്റിലെ ഇന്ന ചാപ്റ്ററിൽ നിന്നാണ്, കാരണം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു ഇന്ന യൂണിറ്റിലെ ഇന്ന ചാപ്റ്ററാണ്, ഇന്ന ആളാണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ആക്ച്വൽ ടൈം എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള സമ്മറി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? 3 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പഠിച്ചു വെച്ചിട്ടുള്ള സമ്മറി തന്നെ നിങ്ങൾ ഡിഫറെന്റ് ഫോമിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇൻട്രഡക്ഷനായി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. കാരണം ഇൻട്രഡക്ഷന് തന്നെ മാർക്ക് വീഴും എന്നുള്ളതാണ്. ജസ്റ്റ് ട്രസ്റ്റ് മീ ഗൈസ്. ഓക്കെ, ഈ രീതിയിൽ എല്ലാ ചാപ്റ്ററിന്റെയും ഇൻട്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ 4-5 മാർക്കിനുള്ളതിൽ നിന്ന് 2 മാർക്ക് നിങ്ങൾ ഓൾറെഡി സെക്യൂർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒക്കെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ഒരുപാടൊന്നും എഴുതണ്ട, അറ്റ്ലീസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അവസാന സമയത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കാം, മറ്റ് യൂട്യൂബ് വീഡിയോകൾ കാണാം. ജസ്റ്റ് ഓരോ ക്യാരക്ടർ നിങ്ങൾ അല്ലാതെ തന്നെ പഠിക്കുന്നവരായിരിക്കും. ലെറ്ററിന്റെ ഫോർമാറ്റ്, ക്യാരക്ടർ സ്കെച്ചിന്റെ ഫോർമാറ്റ്, പിന്നെന്താ അപ്രീസിയേഷന്റെ ഫോർമാറ്റ്, ആ ഫോർമാറ്റ് കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഫോർമാറ്റിന് മാർക്ക് കിട്ടും, ഇൻട്രഡക്ഷന് മാർക്ക് കിട്ടും, എഴുതിയാളുടെ പേര് എഴുതുന്നതിന് മാർക്ക് കിട്ടും. ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവസാന സമയത്ത് ഒരു റിവിഷൻ, ഒരു ടച്ചപ്പ്, ഒരു മേക്കപ്പ്, ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 80 മാർക്കിന് 24 മാർക്ക് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ടൈപ്പിൽ 2 മാർക്ക് വെച്ച് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 30+ മാർക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിക്കോളൂ.
ഇത് എല്ലാവരും അഡാപ്റ്റ് ചെയ്ത് എല്ലാവരും ഈ രീതിയിൽ പഠിക്കണമെന്നല്ല, യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു ഗൈഡായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അവസാന സമയത്ത് ഇംഗ്ലീഷിന് ഈ ഒരു ടിപ്പ് പറയുന്നത്. ഇതേ രീതിയിൽ മറ്റ് സബ്ജക്ട്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.